സി കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയായപ്പോഴേ പാലക്കാട് ബി.ജെ.പി തോറ്റുപോയെന്ന് സന്ദീപ് വാര്യർ 24 പാൽ സൊസൈറ്റി മുതൽ പാർലമെന്റ് വരെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ആരോട്ട് ചെയ്യുമെന്നും സന്ദീപ് വാര്യരുടെ പരിഹാസം. കെ സുരേന്ദ്രനും വി മുരളീധരനും അടങ്ങുന്ന കോക്കസാണ് ബി.ജെ.പി നയിക്കുന്നതെന്നും സന്ദീപ് വാര്യർ കുറ്റപ്പെടുത്തി. സംസ്ഥാനത്തെ ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞിരിക്കുന്നു. നമ്മോടൊപ്പമുള്ളത് ബി.ജെ.പി വിട്ട് ഈ അടുത്തിടെ കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യരാണ്. 15 മുതൽ 20 വരെ ഉള്ള ഭൂരിപക്ഷം എന്നോട് പേഴ്സണലി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. എന്തുകൊണ്ട് അങ്ങനെ വരും? ബി.ജെ.പി ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് കുറയുകയും ചെയ്തു എന്ന് അങ്ങിപ്പോൾ അവകാശപ്പെടുന്നുണ്ട്. കണക്ക് മുഴുവൻ കിട്ടിയോ? എനിക്കറിയാമായിരുന്നു. എനിക്ക് താഴെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ബി.ജെ.പിയുടെ സാധാരണ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ചില നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ ഉള്ള വലിയ അസംതൃപ്തി സംബന്ധിച്ച് എനിക്ക് വിവരങ്ങളുണ്ടായിരുന്നു. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വം, UDF ക്യാമ്പിലെ ഒരു പ്രചരണത്തിൻ്റെ തീക്ഷ്ണതയും ജനങ്ങളിൽ അതുണ്ടാക്കിയിട്ടൊരു വിശ്വാസവും നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുമായിരുന്നു. ബി.ജെ.പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ, അദ്ദേഹം അങ്ങ് ആ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വരെ അവിടെ ഉണ്ടായിരുന്നാണല്ലോ. ആ ഒരു ഘട്ടത്തിലൊക്കെ ഈ ഒരു തോൽവി, ഇത്രയും കനത്തൊരു തോൽവി അങ്ങ് പ്രതീക്ഷിച്ചിരുന്നു? ഞാൻ ഈ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രനോട് ഈ സ്ഥാനാർത്ഥി നിർണ്ണയം ശരിയായില്ല എന്നുള്ളത് തുറന്നു പറഞ്ഞ ആളാണ് ഞാൻ മാത്രമല്ല. ഈ പലരും ഒരുപക്ഷെ അച്ചടക്കത്തിൻ്റെ അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ ഭയന്നിട്ട് പറയാത്തായിരിക്കാം. പാലക്കാട്ടെ വളരെ പ്രമുഖരായിട്ടുള്ള ബി.ജെ.പി നേതാക്കൾ എല്ലാവരും ഒറ്റ സ്വരത്തിൽ ഈ സ്ഥാനാർത്ഥി നിർണ്ണയം ശരിയല്ല, പാൽ സൊസൈറ്റി മുതൽ പാർലമെൻറ്റ് വരെ കൃഷ്ണകുമാർ, ഇനി കൃഷ്ണകുമാറിന് സമയമില്ലെങ്കിൽ ഭാര്യ, ഈ നിലപാട് ശരിയല്ല എന്നാണ് ബി.ജെ.പിയുടെ ഇവിടുത്തെ അന്ന് നേതാക്കൾ മുഴുവൻ പറഞ്ഞിട്ടുള്ള എനിക്കറിയാവുന്ന കാര്യമല്ലേ. വാശിയായിരുന്നു കൃഷ്ണകുമാറിനെ മത്സരിപ്പിക്കണമെന്ന്. അല്ല, അതൊരു കോക്കസ് ആണല്ലോ. ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വം എന്ന് പറയുന്ന ഒരു കോക്കസാണ്. സുരേന്ദ്രനും വി മുരളീധരനും കൃഷ്ണകുമാറും ഒക്കെ അടങ്ങുന്ന ഒരു കോക്കസാണ്. അതൊരു കച്ചവട കോക്കസാണ്. അപ്പോൾ അവർക്ക് താല്പര്യമുള്ള ആളുകളെ മാത്രം സ്ഥാനാർത്ഥിയാക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാധ്യതകൾ നോക്കുക എന്നുള്ളത് അവരുടെ ആഗ്രഹങ്ങളാണ്. സുരേന്ദ്രൻ ഇപ്പോൾ പറഞ്ഞു വെച്ചത് പ്രകാരമാണെങ്കിൽ ശിവരാജനടക്കം പറഞ്ഞത് സംഘടനാപരമായിട്ട് പ്രശ്നങ്ങളുണ്ട്, മേൽക്കൂരയിൽ പ്രശ്നങ്ങളുണ്ട്, അടിത്തട്ടിൽ യാതൊന്നും സംഭവിച്ചില്ലെങ്കിൽ മേൽക്കൂരയിൽ പ്രശ്നങ്ങളുണ്ട് എന്നാണ്. ഒരു സംഘടനാപരമായിട്ട് അവർ എന്തെങ്കിലും തരത്തിൽ തിരുത്തൽ നടത്തുമെന്ന് ഇതുവരെ ആ പാർട്ടിയിൽ തുടർന്ന ആളെന്ന രീതിയിൽ തോന്നുന്നുണ്ടോ? എനിക്കൊരു പ്രതീക്ഷയില്ല. ആ ബി.ജെ.പി എന്ന പാർട്ടിക്ക് കേരളത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇനിയൊരു പ്രസക്തി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ജനങ്ങളുടേതായിട്ടുള്ള ഒരു സങ്കീർണമായ ജീവിത പ്രശ്നങ്ങളിലും ഒരു നിലപാടും സ്വീകരിക്കാത്ത പാർട്ടി, കേവലം വർഗീയമായി ജനങ്ങളെ വിഭജിക്കാനുള്ള വിഷയങ്ങളിൽ മാത്രം ഊന്നിന്നുകൊണ്ട് സംസാരിക്കുന്നൊരു പാർട്ടി, അങ്ങനെ ഒരു പാർട്ടിക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ സാധിക്കുക? നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു സന്ദീപ് വാര്യർ. അനന്തു ബി നായർക്കൊപ്പം ശ്രീ ശ്രീകുമാരൻ, ടീം 24 പാലക്കാട്.